لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، وعن سفيان بن عبد الله رضي الله عنه قال: قلت يا رسول الله حدثني بأمر أعتصم به. قال: قل ربي الله ثم استقم. قلت يا رسول الله ما أخوف ما تخاف علي؟ فأخذ بلسان نفسه ثم قال: هذا. رواه الترمذي وقال حديث حسن صحيح. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ നാവുകൊണ്ട് നാം സംസാരിക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം അദ്ദേഹം പറയുന്നു: ഖുൽതു, ഞാൻ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഹദ്ദിസ്നി ബി അംരിൻ, ഹദ്ദിസ്നി, എനിക്കങ്ങ് പറഞ്ഞു തന്നാലും. ഹദ്ദസ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തന്നു. എനിക്ക് ഹദ്ദിസ്നി, എനിക്ക് പറഞ്ഞു തരൂ പ്രവാചകരെ, ബി അംരിൻ, ഒരു കാര്യം. ആ കാര്യം അല്ലെങ്കിൽ ഒരു കൽപ്പന, അഅ്തസിമു ബിഹി, അത് ഞാൻ മുറുകെ പിടിച്ച് ജീവിക്കും. അഅ്തസിമു ബിഹി എന്ന് പറഞ്ഞാൽ അതമസ്സകു ബിഹി, അത് ഞാൻ ഗൗരവത്തിൽ തന്നെ മുറുകെ പിടിച്ച് ജീവിച്ചോളാം. അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ പ്രവാചകരെ എന്ന് മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഖുൽ, നീ പറഞ്ഞേക്കുക, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും, സുമ്മസ്തഖിം, പിന്നീട് നീ നേരെ ചൊവ്വേ അതിനനുസരിച്ച് ശരിയാം വിധത്തിൽ നിലകൊള്ളുകയും ചെയ്യുക. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു വീണ്ടും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ അഖ്വഫു, ഏറ്റവും ഭയപ്പെടുന്ന കാര്യം എന്താണ്? മാ തഖാഫു അലയ്യ, എൻ്റെ കാര്യത്തിൽ അങ്ങ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം എന്താണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? ഫഅഖദ ബിലിസാനി നഫ്സിഹി, അവിടുത്തെ നാവ് ഇങ്ങനെ പിടിച്ചു. നാവ് പിടിച്ചിട്ട് പറഞ്ഞു, സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, ഹാദാ, ഇതാണ് ഏറ്റവും പേടിക്കേണ്ട കാര്യം എന്ന് പറയുകയും ചെയ്തു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഹദീസുകളിലൊക്കെ വന്നതുപോലെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായ സംസാരശേഷിക്ക് നാം ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ നാവ്, അതുകൊണ്ട് പറയുന്ന വാചകങ്ങൾ പരലോകത്ത് നമുക്ക് വളരെയേറെ ഗുണത്തിനുപകരിക്കുന്നവ മാത്രമേ പറയാവൂ എന്നും അല്ലെങ്കിൽ മൗനം പാലിക്കണം എന്നൊക്കെയുള്ള ഹദീസുകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. ഈ സംഭവത്തിൽ സുഫിയാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നബിയെ,
എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുറുകെ പിടിച്ച് വിടാതെ പിന്തുടർന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ എന്നാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? നീ ഇപ്രകാരം പറഞ്ഞേക്കുക. എപ്രകാരം? റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖിം, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മ പിന്നീട് ഇസ്തഖിം. എന്താ ഇസ്തഖാമ എന്ന് പറഞ്ഞാൽ? നേരെ നിന്നു എന്നാണ് ഇസ്തഖാമ. അപ്പൊ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരെയുള്ളത്, സറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ പറയും, നേരെ ചൊവ്വേയുള്ള വഴി. അപ്പൊ സുമ്മസ്തഖിം, ഇസ്തഖിം എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. പിന്നെ നീ എന്ത് ചെയ്യണം? ആ പറഞ്ഞതുപോലെ നീ നേരെ ചൊവ്വേ അങ്ങ് ജീവിച്ചോളണം. പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ എന്ന് തുടങ്ങിയ വചനങ്ങൾ. അവിടെ എന്താ അല്ലാഹു പറയുന്നത്? തീർച്ചയായും ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മസ്തഖാമു, പിന്നീട് ആ പറഞ്ഞ വാചകത്തോട്, അഥവാ ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് അംഗീകരിക്കണം. ആ അംഗീകരിക്കുന്നതോടൊപ്പം സുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരാരോ, അവിടെയും അല്ലാഹു തആല പറഞ്ഞ ഇതേ ആശയമാണ്. എന്ത്? അള്ളാഹുവിനെ റബ്ബായി ഒരാൾ തൃപ്തിപ്പെട്ടു എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. എൻ്റെ റബ്ബ് അള്ളയാണ്, ഞാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നാവുകൊണ്ട് പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ആ പറയുന്ന വാക്കിനോട് 100% കൂറു പുലർത്തി ആ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അവൻ നിർബന്ധമായും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ നിർബന്ധമായും ചെയ്യുകയും അരുതെന്ന് വിലക്കിയിട്ടുള്ളവയിൽ നിന്ന് വിട്ടുനിൽക്കുകയും അവന് ഇഷ്ടകരമായ കാര്യങ്ങൾ ധാരാളമായി ചെയ്യുവാൻ പരിശ്രമിക്കുകയും ആ വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ കാര്യത്തിലാണ് അവരുടെ മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, റഹ്മത്തിൻ്റെ മലക്കുകൾ അവർ മരിക്കുന്ന വേളയിൽ അവർക്ക് ചുറ്റുമിങ്ങനെ കൂടി, എല്ലാവരും ധാരാളമായ മലക്കുകൾ അവിടെ സന്നിഹിതരാകും എന്ന്. ആ മലക്കുകൾ ഈ മരണവേളയിൽ ഈ മനുഷ്യനോട് പറയുന്നത് എന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കരുത്, ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത് എന്ന് കൃത്യമായി പറയുകയാണ്. നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് സന്തോഷമറിയിക്കാനാ വന്നത്, നിങ്ങളെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാ വന്നത് എന്നൊക്കെയുള്ള സന്തോഷ വാർത്തകൾ മരണവേളയിൽ കേൾക്കാനും നല്ല നല്ല കാഴ്ചകൾ, സ്വർഗീയമായ ആനന്ദകരമായ കാഴ്ചകൾ നോക്കെത്തുന്ന ദൂരത്ത് മുഴുവൻ കാണുവാനും സാധിക്കുക 2 കണ്ടീഷൻ പൂർത്തിയാക്കിയ ആളുകൾക്കാണെന്നാണ് സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താണ് ആ 2 കണ്ടീഷൻ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഒന്ന് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയണം, അതാണ് 1-ാമത്തെ കണ്ടീഷൻ. 2-ാമത്തെ കണ്ടീഷൻ എന്താണ്? അപ്പറയുന്ന വാക്കിനോട് കൂറു പുലർത്തി സുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ച് തന്നെ കൃത്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ച്, പ്രവർത്തിക്കേണ്ടതൊക്കെ പ്രവർത്തിച്ച്, സ്വീകരിക്കേണ്ടുന്ന സംസ്കാരങ്ങളും ഉൾക്കൊള്ളേണ്ടുന്ന മര്യാദകളും ഒക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് കൃത്യമായി അനുസരണ വിധേയത്വത്തോടുകൂടി ജീവിക്കുന്നവരാരോ അവർ മരിക്കുന്ന വേളയിൽ വളരെ സന്തോഷകരമായ വാർത്തകളാണ് മലക്കുകൾ അവരോട് പറയുക, സന്തോഷകരമായ കാഴ്ചകളാണ് അവർക്ക് കാണാൻ സാധിക്കുക എന്നാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? ഈ സ്വഹാബിയുടെ ചോദ്യം തന്നെയാണ്, എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ നബിയെ, എനിക്ക് അത് മുറുകെ പിടിച്ച് ജീവിച്ചോളാം, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അതേപോലെ ചെയ്തോളാം. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്തത് ഇതാണ്, ഖുൽ, നീ പറഞ്ഞോ, റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറഞ്ഞോ, സുമ്മസ്തഖിം, പിന്നീട് നീ എന്ത് ചെയ്തോ ആ കൃത്യമായ നിലക്ക് തന്നെ. ഖുർആൻ സൂറത്ത് ഹൂദിൽ 112-ാമത്തെ ആയത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ. ഫസ്തഖിം കമാ ഉമിർത, ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണ്. ഫസ്തഖിം, നീ നേരെ ചൊവ്വേ ജീവിച്ചോളണം. കമാ ഉമിർത, നീ എപ്രകാരം ജീവിക്കണമെന്നാണോ അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളത്
നീ കൽപ്പിക്കപ്പെട്ട അതേ രീതിയിൽ നീ മുന്നോട്ട് പോയിക്കൊള്ളണം. നീ മാത്രമല്ല വമൻ താബ മഅക, നിന്റെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുള്ള ആളുകളും അങ്ങനെ തന്നെ ജീവിക്കണം. വലാ തത്ഗൗ, നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധികളെ ലംഘിക്കരുത്. അതിർത്തികളെ നിങ്ങൾ മറികടന്നുകൊണ്ട് ധിക്കാരവും അതിക്രമവും പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. ഇതും ഖുർആൻ പറഞ്ഞതാണ്. ഇതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ നിർദ്ദേശം. അപ്പം ഈ സഹാബി അത് കേട്ടു, അദ്ദേഹത്തിന് അത് മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് അദ്ദേഹം കടന്നു. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാ അഖ്വഫു മാ തഖാഫു അലയ്യ. അതാണ് ഇനി അദ്ദേഹത്തിന് അടുത്തത് അറിയാനുള്ളത്. മാ അഖ്വഫു, അഖ്വഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പേടിക്കേണ്ട സംഗതി. മാ തഖാഫു, അങ്ങൊന്ന് ഭയപ്പെടുന്നു, അലയ്യ, എൻ്റെ മേൽ, എൻ്റെ കാര്യത്തിൽ നബിയെ നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണ്? അതും കൂടി എന്നോടൊന്ന് പറഞ്ഞു തരണം, എന്നാൽ പിന്നെ എനിക്കത് ശ്രദ്ധിക്കാലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വാക്ക് പറയുന്നതിൻ്റെ മുമ്പ് ഫഅഖദ ബിലിസാനി നഫ്സിഹി, റസൂലുള്ളാഹിയുടെ നാവ് ഇങ്ങനെ പിടിച്ചിട്ടാണ് വിട്ടു. നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഹാദാ, ഇതാണ് ഏറ്റവും പേടിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ്റെ വായിലെ നാവിനെ വല്ലാതെ പേടിക്കണം എന്നാണ്. അത് വല്ലാത്ത ഉൽമുണ്ടാക്കും, മനുഷ്യനെ നരകത്തിയിലേക്ക് അത് വീഴ്ത്തിക്കളയും. ഈ നാവ് കൊണ്ട് പറയുന്ന ഈ വാക്കുകൾ വല്ലാത്ത അപകടങ്ങളിലേക്ക് എത്തിക്കും. നാവുകൊണ്ട് മനുഷ്യന് സ്വർഗം വാങ്ങാം, നാവുകൊണ്ട് മനുഷ്യൻ നരകത്തിയിലേക്കും എറിയപ്പെടും. അതുകൊണ്ട് ഇത് നീ വല്ലാതെ പേടിക്കണമെന്ന് പറഞ്ഞ് നാവിനെ സൂക്ഷിക്കുവാൻ നബിതങ്ങൾ നാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് അതിൻ്റെ ഗൗരവം ആ സഹാബിക്ക് ഉണർത്തിക്കൊടുക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിൽ റബ്ബിനെ, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം കഴിവിൻ്റെ പരമാവധി അതേപോലെ ജീവിക്കുകയും, പ്രത്യേകിച്ച് അതിൽ തന്നെ പെട്ടതാണല്ലോ, ആ നേരെ ചൊവ്വയുള്ള ജീവിതത്തിൽ തന്നെ പെട്ടതാണ് നമ്മുടെ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കുക. അതിൽ പ്രധാനമാണ് നമ്മുടെ സംസാരം. വളരെ നിയന്ത്രണ വിധേയമായിരിക്കണം, നാവിനെ സൂക്ഷിക്കണം എന്നുള്ളത്. ഇനി അടുത്ത ഹദീസ്. വഅൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുക്സിറുൽ കലാമ ബിഗൈരി ദിക്രില്ലാഹി തആല فإن كثرة الكلام بغير ذكر الله تعالى قسوة للقلب وإن أبعد الناس من الله القلب القاسي رواه الترمذي رحمه الله. എന്താണ് ഇവിടെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ലാ തുക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കരുത്, അൽ കലാമ, സംസാരം. അക്സറ യുക്സിറു, ലാ തുക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കരുത്, അൽ കലാമ, സംസാരം, ബിഗൈരി ദിക്രില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ അല്ലാത്ത സംസാരങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കരുത്. എന്താ കാരണം? ഫഇന്ന കസറത്തുൽ കലാമി, തീർച്ചയായും അധിക സംസാരം, കസറത്തുൽ കലാം, സംസാരത്തിൻ്റെ ആധിക്യം, ബിഗൈരി ദിക്രില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ദിക്റല്ലാത്തത് കൊണ്ടുള്ള അധിക സംസാരങ്ങൾ, ഖസ്വത്തുൻ ലിൽ ഖൽബി, അത് ഖൽബിനെ കടുത്തതാക്കും. ഖസ്വത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറച്ചത് എന്നാണല്ലോ, അതിനാണ് ഖസ്വത്ത് എന്ന് പറയാം. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തുറച്ചു പോവുക, ഹൃദയത്തിൻ്റെ ലോലത നഷ്ടപ്പെട്ട് ഹൃദയം വല്ലാത്തൊരു കട്ടിയുള്ള ഹൃദയമായി മാറുന്ന അവസ്ഥ വരും അധിക സംസാരം നടത്തിയാൽ. എന്നിട്ട് പറഞ്ഞു, വ ഇന്ന അബ്അദന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിനോട് മിനല്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ഏറ്റവും ദൂരേക്കാക്കപ്പെടുന്ന മനുഷ്യന്മാരാരാണ്? അൽ ഖൽബുൽ ഖാസി, കടുത്തുറച്ച ഹൃദയത്തിൻ്റെ ആളാണ്. ഇത് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതിൽ ലൊഴ്ഫുണ്ട്, ചില്ലറ ദുർബലതകൾ ഇതിൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്ന് പല ഹദീസ് നിരൂപകന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിൽ പറയുന്ന ആശയം മറ്റു ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ എന്താണ് പറയുന്നതിന് വിധങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് റിപ്പോർട്ടിലുള്ളത്? നിങ്ങൾ ദിക്റല്ലാത്തത് കൊണ്ട് അധികം സംസാരിക്കരുത്. അപ്പോൾ എപ്പോഴും മനുഷ്യന് സംസാരം മുഴുവൻ ഇപ്പോൾ ദിക്റ് പറയാൻ പറ്റും. ദിക്റ് എന്ന് പറഞ്ഞാൽ എന്താ?
ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മളെ പരിചയത്തിൽ എപ്പോഴും വരിക ദിക്ർ ചൊല്ലുക എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതേപോലെയുള്ള ദിക്റുകൾ. ഇതുകൊണ്ട് മാത്രം ഒരാൾക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഇവിടെ ഉദ്ദേശം എന്താണ്? ദിക്റല്ലാത്തതിനെ കൊണ്ടുള്ള അധിക സംസാരം, അള്ളാഹുവിനെ ദിക്ർ, റബ്ബിനെ മറന്നുകൊണ്ടുള്ള സംസാരം എന്നാണ്. റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള സംസാരമാകുമ്പോൾ അതിൽ വളരെ കൺട്രോൾ ഉണ്ടാകും. അത് കൺട്രോൾ വിട്ടിട്ടുള്ള സംസാരം അധികരിപ്പിക്കാൻ പാടില്ല. കാരണം അങ്ങനെ ചെറുചെറാന്ന് വെറുതെ ബടായി അടിക്കുക, അങ്ങനെ സംസാരിക്കുക, ഒരു കാര്യമില്ലാത്തത് പറയുക, വെറുതെ പറഞ്ഞിട്ടുള്ള വർത്തമാനം, നേരം പോക്കുകൾ, ടൈം പാസ് വർത്തമാനങ്ങൾ, ഇതൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞാൽ ഖസ്വത്തുല്ലിൽ ഖൽബി, അത് ഹൃദയം കടുത്തുറച്ചു പോകാൻ കാരണമാകും. ഹൃദയം കടുത്തുറച്ചു പോയാൽ പിന്നെയുള്ള അപകടം എന്താണ്? റബ്ബിനോട്, റബ്ബ് നമ്മളോട് അകലും. റബ്ബിൽ നിന്ന്, റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കപ്പെടുന്ന മനുഷ്യന്മാർ കടുത്തുറച്ച ഹൃദയത്തിൻ്റെ ആളുകളാണ് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ ഹൃദയം കടുത്തുറച്ചു പോയ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ സുമ്മ ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖസാവത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ കടുപ്പം, കല്ലിനേക്കാൾ കടുത്ത ഹൃദയത്തിൻ്റെ ആളുകൾ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. യഹൂദികളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയാൻ എന്താണ് കാരണം? ഹൃദയം കടുത്തുറച്ചു പോയാൽ പിന്നെ അവിടെ നിന്ന് ഈമാൻ നീങ്ങിപ്പോകും. അവിടെ പിന്നെ പ്രകാശമുണ്ടാവില്ല, അവിടെ പിന്നെ ഹിദായത്തുണ്ടാവുകയില്ല, അവിടെ പിന്നെ ലലാലത്ത്, വഴികേടായിരിക്കും ആ സ്ഥാനത്തുണ്ടാവുക. ആരോടും കരുണയുണ്ടാവില്ല. അതുപോലെ തന്നെ എപ്പോഴും ദേഷ്യപ്രകൃതമായിരിക്കും. അതുപോലെ ചീത്ത വിളിക്കുന്ന സ്വഭാവക്കാരനായി മാറും. യഥാർത്ഥ വിശ്വാസവും ലോലമായൊരു മനസ്സും ഉണ്ടാവില്ല. ആരോടും ഒരു വാത്സല്യമോ സ്നേഹമോ തൊട്ടു തീണ്ടുകയില്ല. ഇതൊക്കെ ഹൃദയം കടുത്തുറച്ചു പോകുമ്പോഴുള്ള അപകടങ്ങളാണ്. അതുകൊണ്ട് അധിക സംസാരം അള്ളാഹുവിന് പൊരുത്തമുള്ളതാണെങ്കിൽ സംസാരിക്കുക. മുമ്പ് ഹദീസിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഖൈർ സംസാരിക്കണം, അല്ലെങ്കിൽ മൗനം പാലിക്കണം എന്ന്. അപ്പോൾ അധിക സംസാരം കൊണ്ട് നമ്മുടെ ഹൃദയം കടുത്തുറച്ചു പോകും. ഹൃദയം കടുത്തുറച്ചു പോയാൽ അള്ളാഹുവിൽ നിന്ന് അകലുകയായിരിക്കും ഫലം. റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്ന് നമ്മൾ ദൂരെയാക്കപ്പെടുകയായിരിക്കും അതിൻ്റെ ഫലമുണ്ടാവുക എന്ന ഗൗരവമേറിയ വിഷയമാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതും നമ്മുടെ സംസാരം നിയന്ത്രിക്കേണ്ടതിൻ്റെ അനിവാര്യത, ആവശ്യകത നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനമാണ്. ഇനി അടുത്ത ഹദീസ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من وقاه الله شر ما بين لحييه وشر ما بين رجليه دخل الجنة رواه الترمذي وقال حديث حسن. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ വഖാഹുല്ലാഹു, ആരെയെങ്കിലും അള്ളാഹു കാത്തുരക്ഷിച്ചാൽ, വഖാ എന്ന് പറഞ്ഞാൽ കാവൽ നൽകി കാത്തുരക്ഷിച്ചു എന്നാണ്. ഹമാഹുല്ലാഹു, അള്ളാഹു ആരെയെങ്കിലും കാത്തുരക്ഷിച്ചാൽ, ഏതിൽ നിന്ന്? ശർറ, തിന്മയിൽ നിന്ന്. എന്തുകൊണ്ടുള്ള തിന്മ? മാ ബൈന ലഹ്യൈഹി, അവൻ്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിൻ്റെ തിന്മ. നമ്മൾ മുമ്പ് പഠിച്ച ഹദീസാണ്, അതുകൊണ്ട് അധിക വിശദീകരണം ഇവിടെ ആവശ്യമില്ല. രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത് കൊണ്ടുള്ള തിന്മ എന്ന് പറഞ്ഞാൽ നാവ് മുഖേനയുള്ള ഷർറാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ആരെയെങ്കിലും അള്ളാഹു കാത്തുരക്ഷിച്ചാൽ. അതേപോലെ വശർറ മാ ബൈന റിജ്ലൈഹി, അവൻ്റെ രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവം കൊണ്ടുള്ള തിന്മയിൽ നിന്നും അള്ളാഹു ആരെയെങ്കിലും കാത്താൽ, അഥവാ മനുഷ്യൻ്റെ ലൈംഗിക അവയവമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മുൻ ഹദീസിൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ രണ്ട് അവയവത്തിൻ്റെയും ഷർറ് ആർക്കെങ്കിലും അള്ളാഹു തആല അവ രണ്ടു മുഖേനയും ഉണ്ടാകാവുന്ന ഷർറ് റബ്ബ് ആരിൽ നിന്നെങ്കിലും തടുത്തു കഴിഞ്ഞാൽ, സംരക്ഷണം നൽകി കഴിഞ്ഞാൽ,
ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. കഴിഞ്ഞ ഹദീസിൽ നമ്മൾ കേട്ടത്, ആരുണ്ട് രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെയും രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവത്തെയും കുറിച്ച് എന്നോട് ഗ്യാരണ്ടി പറയാൻ ആരുണ്ട്, ഞാനിതാ അവന് സ്വർഗം ഉറപ്പ് നൽകുന്നു എന്നുള്ള ഹദീസാണ് നമ്മൾ മുമ്പ് വായിച്ചത്. സമാനമായ അതേ ആശയമാണ് ഈ ഹദീസിലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. അടുത്ത ഹദീസ്, വഅൻ ഉഖ്ബത ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് മൻ നജാതു ഖാല അംസിക് അലൈക ലിസാനക വൽയസഅക ബൈതുക വബ്കി അലാ ഖതീഅതിക റവാഹു തിർമിദിയു വഖാല ഹദീസുൻ ഹസനുൻ. മഹാനായ സഹാബി ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാനൊരിക്കൽ ചോദിച്ചു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ നജാതു, എന്താണ് രക്ഷ? രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നജാത്ത് എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ്. രക്ഷപ്പെടാനുള്ള വഴി എന്താണ് നബിയെ, എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് സ്വർഗം കിട്ടണം, നരകത്തുനിന്ന് രക്ഷപ്പെടണം, അതിനുള്ള വഴി എന്താണ്? അതാണ് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പരിഹാര മാർഗങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു നിർത്തണം. അംസിക് അലൈക, നിന്റെ മേൽ നീ ശരിക്ക് പിടിച്ചു നിർത്തണം. ലിസാനക, നിന്റെ നാവിനെ. ഒന്നാമത്തെ കൽപ്പന അതാണ്. രണ്ടാമത്തെ വഴി എന്താണ്? വൽ യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കണം. വൽ യസഅക, നിനക്ക് വിശാലമായി തീരട്ടെ. ബൈതുക, നിന്റെ വീട്. മൂന്നാമത് പറഞ്ഞത് വബ്കി, നീ കരയുകയും ചെയ്യുക. അലാ ഖതീഅതിക, നിന്റെ പാപങ്ങൾ ഓർത്തുകൊണ്ട് നീ കരയുകയും ചെയ്യുക. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ വിഷയവുമായിട്ടുള്ള ബന്ധം ആദ്യം പറഞ്ഞതാണ്. മഹാനായ ഉഖ്ബത്ത് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളോട് പറയാണ്, പ്രവാചകരെ, മൻ നജാതു, രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? എന്താണ് രക്ഷാമാർഗം എന്നാണ് ചോദ്യം. അപ്പൊ രക്ഷാമാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. ആദ്യം തന്നെ പറഞ്ഞതെന്താണ്? അംസിക് അലൈക ലിസാനക, നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ എന്താ? മിണ്ടാൻ പാടില്ല എന്നല്ലല്ലോ. നാവ് ഉപയോഗപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളണം. നാവിനെ അടക്കി വെക്കണം. പറയുമ്പോൾ നല്ലത് മാത്രം പറയുക, അല്ലെങ്കിൽ മൗനം പാലിക്കുക. അതാണ് ഒന്നാമത്തെ കൽപ്പന, വിശദീകരിക്കേണ്ടതില്ല. ബാക്കി 2 കാര്യങ്ങൾ എന്താണ്? വൽ യസഅക ബൈതുക, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വീട്, ഒരു മനുഷ്യന് വീട് എന്തിനാണ്? വീട് മനുഷ്യന് സമാധാനം പകരാനാണ്. ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നത് എപ്പോഴാണ്? ആശ്വാസത്തിന് വേണ്ടിയാണ്. ബൈത്ത് എന്ന് പറയുന്ന പ്രയോഗം തന്നെ ബാത്ത യബീതു ബൈത്ത്, രാത്രി താമസിക്കാനുള്ള ഇടം. അതുപോലെ തന്നെ സമാനമായ അതിൻ്റെ പര്യായ പദം എന്താണ്? സക്കൻ എന്ന് പ്രയോഗിക്കും, മസ്കൻ എന്ന് പ്രയോഗിക്കും, മൻസിൽ എന്ന് പ്രയോഗിക്കും. ഇതൊക്കെ വീടിന് പ്രയോഗിക്കുന്ന അറബി പദങ്ങളാണ്. എല്ലാം അതിൻ്റെ ആവശ്യകതയും അതുകൊണ്ട് വീട് കൊണ്ടൊരു മനുഷ്യൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളുമാണ്. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങിയെന്നാണ്. സക്കൻ, മസ്കൻ, താമസിക്കുന്ന, അടങ്ങുന്ന, ടെൻഷനിൽ നിന്നൊക്കെ മുക്തമായി മനുഷ്യൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ, പുറത്തുനിന്നുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്തുന്നതാണ് മനുഷ്യൻ. അവനവൻ്റെ വീട്ടിലേക്ക് ഇണകളെ നിശ്ചയിച്ചിരുന്നതിനാണ് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവളിലേക്ക് ആശ്വാസം കണ്ടെത്താനാണ് ഒരാൾക്ക് ഭാര്യ, അതുപോലെ ഭർത്താവ്, അതേപോലെ തന്നെ വീട്. അതൊക്കെ മനുഷ്യന് ആശ്വാസം പകരാണ്. അപ്പോൾ വീട്ടിൽ സമാധാനമുണ്ടായി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ തോന്നൂല. ആവശ്യത്തിന് പുറത്തു പോകും, ആവശ്യം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നായിരിക്കും ചിന്ത. അപ്പം നിനക്ക് നിന്റെ വീട് വിശാലമായിരിക്കണം എന്ന് പറഞ്ഞാൽ നീ അധികം വീട്ടിൽ തന്നെ ഇരിക്കണം എന്നാണ്. വീട്ടിൽ തന്നെ ഇരിക്കണം. അത് ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാണ്, ഹാദാ യുംകിനു അൻ യുഖാല ലിമൻ കാനത്തിൽ മുഖാലത്തതു ലഹു നഖ്സൻ ഫീ ദീനിഹി. പുറത്തിറങ്ങി ആളുകളുമായി മിങ്കിൾ ചെയ്താൽ, ആളുകളുമായി കൂടിക്കലരാൻ ഇടവന്നാൽ ദീനിയായിട്ട് അപകടം വരുന്ന നിലക്കാണ് പുറത്തേക്ക് പോയാലുള്ള കൂട്ടുകെട്ടെങ്കിൽ അത്തരക്കാരോടാണ് ഈ പറയുന്നത് വീട്ടിൽ ഒതുങ്ങിയിരുന്നോളണം.
അമ്മല്ലദീ യൻതഫിഉന്നാസ്, എന്നാൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ആളുകളുണ്ടാകും. എങ്ങനെ? മിൻ മുഖാലത്തത്തിഹി, അയാൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ പറ്റൂല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആളുകൾക്കിടയിൽ അയാൾ പ്രവർത്തിക്കണം, ആളുകളുമായി സംവദിക്കണം, ആളുകളുമായി സംസാരിക്കണം. അങ്ങനെയൊക്കെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വയഹ്താജൂന ഇലൈഹി, ജനങ്ങൾക്ക് ഇയാളെ കൊണ്ട് ആവശ്യമുണ്ട്. ഫമിസ്ല ഹാദൽ അൻഫഉ ലഹു അൻ യുഖാലിതഹും, ഫമിസ്ല ഹാദാ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് അൽ അൻഫഉ ലഹു, അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമായത് എന്താണ്? വീട്ടിലിരിക്കലല്ല, അൻ യുഖാലിതഹും, ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലലാണ്. അപ്പോൾ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ വാതിലടച്ച് ഇങ്ങനെ ഇരിക്കാനല്ല. പുറത്തിറങ്ങിയാൽ ഒരു കാര്യമല്ല, ചീത്ത കൂട്ടുകെട്ടാണ്. പുറത്തേക്ക് പോയാലുള്ളതൊക്കെ ചീത്ത ഗ്യാങ്ങാണ്. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തോന്നിവാസത്തിലൊക്കെ പെട്ടുപോകുന്നു കണ്ടാൽ, ഫിത്നയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പണ്ഡിതന്മാർ പറയണം, വകദാലിക ഫി ഔഖാത്തിൽ ഫിത്തൻ, ഫിത്നകൾ വർദ്ധിച്ച കാലഘട്ടത്തിൽ പുറത്തേക്കിറങ്ങിയ മുഴുവൻ ഫിത്നകളും ഫസാദുകളുമാണെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ കഴിച്ചുകൂട്ടലാണ്. അവൻ്റെ വീട് അവന് വിശാലമായിരിക്കട്ടെ എന്നാണ്. അതേ അവസരത്തിൽ ആവശ്യങ്ങൾക്ക് പോകണം, അത്യാവശ്യങ്ങൾക്ക് പോകണം. വെറുതെ പുറത്തിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് സമയം കളഞ്ഞിട്ട് വീട്ടിൽ നിന്നാണ് പോയാൽ ഭാര്യയുടെ അടുത്തേക്കും മക്കളുടെ അടുത്തേക്കും കുടുംബത്തിലേക്കൊന്നും തിരിച്ചു വരാത്ത എത്രയോ ആളുകളുണ്ട്. അങ്ങനെയോ നേരം ഒരുപാട് പാതിരയായി വേണം വേണ്ട എന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന അത്തരത്തിലുള്ള സ്വഭാവമല്ല. വിശ്വാസിക്ക് അവൻ്റെ ഇടം അവൻ്റെ ഭവനം തന്നെയാണ്. ആവശ്യങ്ങളുള്ളപ്പോൾ പോയി പെട്ടെന്ന് അവൻ്റെ വീടുകളിലേക്ക് തിരിച്ചു വരുന്ന, നിനക്ക് നിൻ്റെ വീട് വിശാലമായിരിക്കട്ടെ, അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. അല്ലാതെ വീട്ടിൽ നിന്ന് പോയി ചീത്തയായ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ടാൽ അത് രക്ഷാമാർഗത്തിന് എതിരാകുന്നാണല്ലോ ഇവിടെ പറയുന്നത്. കാരണം അതുകൊണ്ടൊക്കെയാണ് ഇന്ന് പല വീടുകളിലെയും ആളുകൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് അവർ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ മണിക്കൂറുകളോളം അവർ ചീത്തയായ ആളുകളിലും കമ്പനികളിലുമൊക്കെ പെട്ട് മക്കൾ ദുഷിച്ചു പോകുന്നു, ജനങ്ങൾ ദുഷിച്ചു പോകുന്നു. അതാണാവട്ടെ പെണ്ണാവട്ടെ എല്ലാവരും ഈ അപകടത്തിൽപ്പെട്ട് ചാടുന്നു. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലേ കൂട്ടി പറഞ്ഞു, നാവിനെ ശരിക്ക് കൺട്രോൾ ചെയ്യണം. അതേപോലെ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടാൻ, നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടുക്കം തോന്നുമ്പോഴാണല്ലോ ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടുക. അങ്ങനെ ഇടുക്കം തോന്നരുത്, വീട്ടിലിരിക്കണതിന് ഇഷ്ടമാകുന്ന വിധത്തിൽ. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഇഷ്ടമാകണമെങ്കിൽ വീട്ടുകാർ, വീട്ടിലെ സ്വഭാവങ്ങൾ എല്ലാം അതിൻ്റേതായ ഒരു ഭാഗമായി, അപ്പോഴാണല്ലോ ആ വീട്ടിലെ അംഗങ്ങളിൽ സന്തോഷമുണ്ടാവുക. അതുപോലെ തന്നെ നല്ല ഒരു അന്തരീക്ഷം, ഗൃഹാന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ ആളുകൾക്ക് അങ്ങനെ പുറത്തേക്ക് പോകാൻ കഴിയില്ല. മാത്രമല്ല പുറത്തേക്ക് പോയി തൻ്റേതായ ആവശ്യങ്ങൾ നിർവഹിച്ചാൽ ഉടനടി വീട്ടിലേക്ക് എത്താനും അവന് കൊതിയുണ്ടാകും. കാരണം എന്താണ്? വീട് അവന് സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് എന്നതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രണ്ടാമത്തെ ഈ നിർദ്ദേശം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ പാഠമാണ്. മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? രക്ഷപ്പെടാനുള്ള മാർഗത്തിൽ മൂന്നാമത്തെ മാർഗം എന്താ പറയുന്നത്? വബ്കി അലാ ഖതീഅതിക, നിന്റെ പാപങ്ങൾ ഓർത്ത് നീ കരയണം എന്നാണ്. നിന്റെ പാപങ്ങൾ ഓർത്ത് നീ കരയണം. ഖതീഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാപങ്ങൾ. മനുഷ്യർ പല കാര്യങ്ങൾക്ക് വേണ്ടി കരയാറുണ്ട്. ദുന്യാവിൽ ഒരുപാട് ആളുകൾ ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നാണ്. വബ്കി ഇബ്കി, നീ കരഞ്ഞോ എന്നാണ്. അലാ ഖതീഅതിക, നിന്റെ പാപങ്ങൾ ഓർത്ത് നീ കരയണം. ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. രോഗം വന്നാൽ കരയും, വേദനിച്ചാൽ കരയും, സങ്കടം വരുമ്പോൾ കരയും, ദുഃഖം വരുമ്പോൾ കരയും, മരണവാർത്ത കേട്ടാൽ കരയും. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതൊക്കെ ദുന്യവിയായ കരയലുകളാണ്. എന്നാൽ ഈ കരച്ചിൽ പരലോകത്തെ ഓർത്തുകൊണ്ടാണ്, റബ്ബിൻ്റെ ശിക്ഷയോർത്തുകൊണ്ടാണ്, പാപങ്ങൾ ഓർത്തുകൊണ്ടുള്ള കരയൽ. എന്താണ്? ഞാൻ ഇങ്ങനെ മരിച്ചുപോയാൽ, എൻ്റെ തൗബ സ്വീകരിക്കപ്പെടാതെ എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ റബ്ബേ നരകമല്ലേ ഉണ്ടാവുക, അതെനിക്ക് സഹിക്കാനാവില്ലല്ലോ. എൻ്റെ മരണം വളരെ മോശമായിരിക്കുമല്ലോ, എൻ്റെ ഖബറിൽ എനിക്ക് വലിയ പ്രയാസമായിരിക്കുമല്ലോ, മഹ്ശറിൽ എനിക്ക് വലിയ പ്രയാസമായിരിക്കുമല്ലോ എന്നൊക്കെ റബ്ബിൻ്റെ ശിക്ഷകൾ ഓർത്ത് കരയുക. അങ്ങനെ കരയുന്നത് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകത്തീ സ്പർശിക്കുകയില്ല. അതിൽ ഒരു കണ്ണ് പറഞ്ഞ് എന്താണ്? ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ്, ആ കണ്ണ് നരകത്തീ സ്പർശിക്കുകയില്ല. മറ്റൊരു കണ്ണ് പറഞ്ഞതെന്താണ്? ഐനുൻ വല്ലത്ത് അൻ മഹാരിമില്ല, അള്ളാഹ് ഹറാമാക്കിയ ഇടത്തേക്ക് നോക്കാതെ കണ്ണ് ചിമ്മിയ കണ്ണുകളെയും നരകത്തീ തൊടില്ല എന്നാണ്.
അപ്പം ഇവിടെ പാപങ്ങളോർത്ത് കരയുക. നബി തങ്ങൾ പറഞ്ഞില്ലേ, നാളെ മഹ്ശറിൽ സൂര്യൻ കത്തിജ്വലിച്ച് ആളുകളൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന വേളയിലും റബ്ബിൻ്റെ പ്രത്യേകമായ നല്ല തണല് അവർക്ക് വിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ കുറേ ആളുകളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ പറഞ്ഞ ഒരു വിഭാഗമാരാണ് റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒരാൾ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നു. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ റബ്ബിനോട് ഞാൻ എന്തൊക്കെ വീഴ്ച വരുത്തി, എൻ്റെ എന്തൊക്കെ ജീവിതത്തിൽ പാപങ്ങൾ വന്നു പോലെയുള്ള തൻ്റെ പാപങ്ങളൊക്കെ ഓർക്കേണ്, അതിൻ്റെ റബ്ബ് ശിക്ഷിക്കൂലേ എന്നോർക്കേണ്. അങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് അയാൾ റബ്ബിനെ ഓർത്തപ്പോൾ ഫഫാലത്ത് ഐനാഹു, അയാളുടെ 2 കണ്ണും നിറഞ്ഞൊഴുകി, കണ്ണുനീരൊഴുകി. അതാരും കാണാനുള്ള കരച്ചിലല്ല, ആരെയെങ്കിലും കാണിക്കാനുള്ള കരച്ചിലുമല്ല, അവനവൻ്റെ ഖബറും മരണവും പരലോകവും നരകശിക്ഷയൊക്കെ ഓർത്തിട്ടുള്ള കരച്ചിലാണ്. അങ്ങനെയുള്ള കരച്ചിൽ അത് റബ്ബിന് ഇഷ്ടമാണ്. അങ്ങനെ കരഞ്ഞാൽ റബ്ബിന് അത് വലിയ ഇഷ്ടമാണല്ലോ, അത് രക്ഷാമാർഗമാണ്. അങ്ങനെ കരയണം എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേ അവസരത്തിൽ ഇന്ന് ലോകം കുടുകുട ആർത്ത് ചിരിക്കുകയാണ്. ചിരിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്നാണ് ആളുകൾ ഇന്ന് അന്വേഷിക്കുന്നത്. ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുവാനുള്ള കോമഡികളും അതേപോലെയുള്ള ഹാസ്യമായ പ്രോഗ്രാമുകളും കൊണ്ട് മീഡിയകളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. ആളുകൾക്ക് ചിരിച്ച് അതിലൊരാനന്ദം കണ്ടെത്തുന്ന നിലയ്ക്ക് ഇവിടെ ചിരിക്കാൻ പാടില്ല എന്നോ ഒന്നും ഇസ്ലാം പറയുന്നില്ല. പക്ഷേ പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം. അതിലൂടെ നമുക്ക് രക്ഷ ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമതായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നിർദ്ദേശമായി ഇവിടെ ഈ ഉഖബ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കേട്ട ഈ 3-4 ഹദീസുകളും വളരെ ഗൗരവത്തോടുകൂടി നാവ് ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ഉപകാരപ്രദമായ നിർദ്ദേശങ്ങളാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും പോരായ്മകളും റബ്ബ് വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.